ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെറ്റ്സ് ചാറ്റ്. 2024 അവസാനിക്കാറായി. ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വർഷത്തിൽ ഞാൻ കണ്ട കുറച്ച് മൂവീസിനെ കുറിച്ച് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പടങ്ങൾ കാണാത്തവർക്ക് മേ ബി അത് കാണണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു ഡിസിഷൻ എടുക്കാൻ ഒരു പക്ഷേ ഇത് ഹെൽപ്പ് ചെയ്തേക്കാം. കണ്ടവർക്ക് അവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണോ അത് തോന്നിയത് എന്നൊക്കെ മനസ്സിലാക്കാനും വെറുതെ ഒരു കോൺവെർസേഷൻ എന്നുള്ള രീതിയിൽ എനിക്കെപ്പോഴും ഇഷ്ടമാണ് ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ആരുടെയെങ്കിലുമൊക്കെ സംസാരിക്കാൻ എനിക്കിഷ്ടമാണ്. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഒരിക്കലും 2024 ടോപ്പ് 10 മൂവീസെന്നോ ബെസ്റ്റ് മൂവീസെന്നോ എന്നുള്ള രീതിയിലല്ല ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കാണാത്ത പടങ്ങളുണ്ട്. ഞാൻ എല്ലാ മൂവിയും ഓടി നടന്ന് കാണുന്ന ഒരാളല്ല. അങ്ങനെയുള്ള ഒരു റിവ്യൂ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും മൂവി റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ വീഡിയോസ് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അവർ അതൊരു പ്രൊഫഷൻ പോലെ, അവരുടെ ജോബ് പോലെ അതിനെ കൺസിഡർ ചെയ്ത് എല്ലാ പടവും നിർബന്ധമായും പോയി കാണുന്നവരായിരിക്കും. ഞാൻ കണ്ട പടങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഏറ്റവും ആദ്യം ഞാൻ ഈ മൂവീസിനെ ഇങ്ങനെ 10, 9, 8 അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നുന്നത് ചില കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് തോന്നി. അതായത് ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു ത്രില്ലർ എലമെൻ്റുള്ള, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഇതിനൊക്കെ ഞാൻ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. ത്രില്ലർ, മിസ്റ്ററി, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഒരുമിച്ച് ചേർത്ത് ആ ടൈപ്പിലുള്ള ഒരു സെറ്റ് ഓഫ് മൂവീസ്. മറ്റൊരു വിഭാഗത്തിൽ എനിക്ക് തോന്നിയത് ചില പ്രത്യേക കഥാപാത്രങ്ങളുടെ അഭിനയ മികവ് കൊണ്ടോ, അല്ലെങ്കിൽ ആ കഥയുടെ ഒരു വളരെ നമ്മളെ ടച്ച് ചെയ്യിക്കുന്ന, ഹൃദയസ്പർശിയായ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കഥയുടെ മികവ് കൊണ്ടോ, ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ അഭിനയ മികവ് കൊണ്ടോ വല്ലാതെ നമ്മളെ എഫക്റ്റ് ചെയ്ത ടൈപ്പ് ഓഫ് മൂവീസ്. പിന്നെ ജനറലി കുറച്ച് ഫീൽ ഗുഡ് മൂവീസ് എന്ന് പറയുമ്പോൾ ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ച് ആയിട്ടുള്ള ഡ്രാമയെന്നോ കോമഡിയെന്നോ ഡ്രാമഡിയെന്നോ റോം കോമെന്നോ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ടൈപ്പ് ഓഫ് മൂവീസ്. ഇങ്ങനെയാണ് ഞാനതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിലൊന്നിലും പെടുത്താൻ എനിക്ക് പറ്റാത്ത, എന്നെ അങ്ങ് അമ്പരപ്പിച്ച് കളഞ്ഞ ചില ചിത്രങ്ങൾ ഞാൻ ഈ വർഷം കണ്ടിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട പടം എന്ന് പറയുന്നത് ആട്ടം എന്ന് പറയുന്നൊരു മൂവിയാണ്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഒരുപക്ഷെ നമ്മുടെ അവാർഡ് ഒക്കെ അനൗൺസ് ചെയ്ത സമയത്ത് ഈ പടത്തെക്കുറിച്ച് കൂടുതൽ എല്ലാവരും കേൾക്കാനിടയായിട്ടുണ്ടാവും. ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ, എനിക്കൊന്നും അറിയത്തില്ല, ഇങ്ങനൊരു പടം റിലീസായത് പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ OTT ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബൈ ചാൻസ് ക്ലിക്ക് ചെയ്ത് കണ്ട ഒരു പടമാണ്. എനിക്ക് ഈ വർഷം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു. അതിൽ ഒരുവിധപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ പുതുമുഖങ്ങളോ അല്ലെങ്കിൽ വളരെ ചെറിയ റോളുകൾ അഭിനയിക്കുന്നവരായിട്ടുള്ള ആളുകളാണ്. മൊത്തം പുരുഷന്മാരുള്ള ഒരു നാടക ട്രൂപ്പിലെ ഒരു ഏക വനിതയായിട്ട് ഒരു പെൺകുട്ടി. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ പടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണണം. മനുഷ്യ മനസ്സ് സഞ്ചരിക്കുന്ന രീതികൾ, മനുഷ്യന് ശരിയേത് തെറ്റേത് എന്ന് അറിയുമ്പോഴും എനിക്ക് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യം എന്താണെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാനുള്ള മനുഷ്യ മനസ്സിൻ്റെ ആ ഒരു ചാഞ്ചാട്ടം, അവിടെ നന്മ തിന്മകളുടെ ആ ഒരു രേഖയൊക്കെ ബ്ലേഡായി പോകുന്നൊരവസ്ഥ, ഓരോരോ വ്യക്തിയും ഓരോരോ സാഹചര്യത്തിൽ പെരുമാറുന്ന രീതി, ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ഈ പ്രശ്നം നടന്നത് സ്വാഭാവികമായിട്ടൊരു പ്രശ്നം ഒരു മൂവിയിൽ നടക്കുമ്പോൾ വോട്ട് വി എക്സ്പെക്ട്, ആ മൂവി എൻഡ് ചെയ്യുമ്പോഴേക്കും ആരാണ് ആ ചെയ്ത വ്യക്തി എന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഇത് അതിൽ കണ്ടുപിടിക്കപ്പെടുന്നില്ല. പക്ഷെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും കുറ്റക്കാരായി മാറുന്ന വളരെ വിചിത്രമായ എന്നാൽ നമുക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനും പറ്റുന്ന ഒരു പടമാണ് ആട്ടം എന്ന മൂവി. OTT അവൈലബിൾ ആണ്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമാക്കി കളയരുത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. മറ്റൊരു ചിത്രം ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ, മൈ ഗുഡ്നസ്, ഞാനൊരു വലിയ എന്താ പറയുക ഗുണ്ടാപ്പടങ്ങളുടെ ആരാധികയോ വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പേഴ്സൺ അല്ല. ഒരുപാട് വയലൻസ് ഉണ്ടെന്ന് അറിയുന്ന ഒരു പടം ഇഫ് പോസിബിൾ അവോയ്ഡ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ മാർക്കോ എന്നുള്ള മൂവിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. എനിക്കൊരു പ്ലാനും ഇല്ല അത് പോയി കാണാൻ. എന്നാൽ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആവേശം എനിക്കറിയില്ല, ഈ അടുത്ത കാലത്തേക്ക് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട ഒരു പടം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഒരു പടം കണ്ടു കഴിഞ്ഞ് വിത്തിൻ എന്താ പറയുക കപ്പിൾ ഓഫ് വീക്സ് വീണ്ടും ആ പടം കണ്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പണ്ടൊക്കെ കണ്ട ഏതെങ്കിലും പടങ്ങൾ ചിലപ്പോൾ നമ്മളിപ്പോൾ റീവാച്ച് ചെയ്യും, നമുക്കതൊരു നല്ല രസമായിരിക്കുമല്ലോ.
അല്ലെങ്കിൽ പഴയ കിലുക്കോ, ചിത്രം, ഇതുപോലെയൊക്കെയുള്ള പടങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ റീവാച്ച് ചെയ്യും, മണിച്ചിത്രത്താഴ്, അങ്ങനെയൊക്കെ അല്ലാതെ ഒരു പടം കണ്ടിട്ട് ഇഷ്ടമായിട്ട് വീണ്ടും വിതിൻ കുറച്ച് ദിവസത്തിനുള്ളിൽ വീണ്ടും ആ മൂവി കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ്. എനിക്ക് അതിൽ ഫഹദ് ഫാസിൽ എന്ന ഒരു ആക്ടർ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു ആക്ടറാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ ഇപ്പോൾ മലയാളം സിനിമയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടറാണ് ആരാണെന്ന് ചോദിച്ചാൽ കുറേ കാലങ്ങളായിട്ട് ഞാൻ പറയുന്ന ഉത്തരം ഫഹദ് ഫാസിൽ എന്നുള്ളത് തന്നെയാണ്. ആളുടെ ഒരു ആക്ടിങ് സ്റ്റൈലും അതിൻ്റെ ഒരു മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽ പോലും കറക്റ്റായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പടം കണ്ടതിന് ശേഷം മലയാളികളല്ലാത്ത, ഞാൻ കർണാടകയിലാണ് താമസിക്കുന്നത്, കന്നഡക്കാരായ ചില ആൾക്കാർ എന്നോട് ചോദിച്ചു, അവർ ഈ പടം കണ്ടിട്ട് പറഞ്ഞു ഈ ആക്ടർ കർണാടകയിൽ ജനിച്ച് വളർന്ന ആളാണോ? കാരണം പുള്ളി പറയുന്ന കന്നഡയുടെ ആ ഒരു സ്ലാങ്ങും അതുപോലെ ഒരു കന്നഡക്കാരൻ മലയാളം പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു സ്റ്റൈലും അവർക്ക് പോലെ ഭയങ്കര ഒരു ബ്രില്യൻറ്റ് എഫേർട്ടായിട്ട് തോന്നി എന്നുള്ളതാണ്. എല്ലാ ഭാഷക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടം എന്നുള്ള രീതിയിലും കോമഡി ഒന്നും എനിക്ക് ചിരിച്ച് നമ്മൾ അമ്പാൻ്റെയൊക്കെ സീനുകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉള്ളു തുറന്ന് പൊട്ടിച്ചിരിച്ചു എന്ന് പറയില്ലേ, ആ രീതിയിലുള്ള സീനുകൾ. ആവേശത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയേണ്ട ആവശ്യമില്ല, ആവേശം കാണാത്തവരുണ്ടാവാൻ സാധ്യതയില്ല. നെക്സ്റ്റ് ലെവൽ പടം. അപ്പോൾ ഇപ്പം ഞാൻ ഈ ആട്ടം അല്ലെങ്കിൽ ആവേശമൊക്കെ ഞാൻ ഇവിടെ പറയുന്നത് ഇതിന് എനിക്കൊരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ നിർത്താനായിട്ട് തോന്നിയില്ല. അത്രയും ഒരു എന്താ പറയുക സ്പെഷ്യൽ മെൻഷൻ അർഹിക്കുന്ന പടങ്ങളാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. അതോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒരു പടമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് ഞാൻ ഒരുപാട് നേരത്തിന് ശേഷമാണ് കണ്ടത്. ഞാൻ തിയേറ്ററിൽ കാണാൻ എനിക്ക് സാധിക്കാതെ പോയൊരു പടമാണ്. ഒരുപക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നിരിക്കാം. ഞാൻ ടി വിയിലാണ് കണ്ടത്. നമ്മളാരും അറിയാതെ പോയൊരു കഥ, ഇതൊരു നടന്ന സംഭവമാണ് എന്നുള്ളത് ഈ കേരളത്തിൽ ഈ എറണാകുളം ജില്ലയിലെ മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പോയ കുറേ പിള്ളേർ ഇങ്ങനൊരു കാര്യം സംഭവിച്ചു എന്ന് ഐ ഡോണ്ട് നോ. ഞാൻ എന്തായാലും ഇങ്ങനൊരു വാർത്തയെക്കുറിച്ച് അന്നും ഇന്നും ഒന്നും കേട്ടിട്ടില്ല. ഈ പടം വരുന്ന വരെ നമ്മൾ കേട്ടിട്ടില്ല. അത്രയും എന്താ പറയുക, ഈ ആ മനിത കാതലല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിലോ അപ്പുറം ലെവലിൽ ഇതൊരു ബയോപിക്കാണ് അല്ലെങ്കിൽ ഇതൊരു നടന്ന കഥയാണെന്ന് പറയുമ്പോഴാണ് എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഡ്രാമാറ്റിക് ഇഫക്റ്റിന് വേണ്ടി നമുക്ക് മൂവിയിൽ പലതും കാണിക്കാൻ പറ്റും. ദെയർ വെർ പീപ്പിൾ ഹു റിയലി ഡിഡ് ദാറ്റ്. ദെർ വാസ് എ ഗൈ ഹു റിയലി ഡിഡ് ദാറ്റ് ഫോർ ഹിസ് ഫ്രണ്ട് എന്നുള്ളത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നൊരു പടമാണ്. അപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സിനെ ഞാൻ ആ കാറ്റഗറിയിലോട്ട് വയ്ക്കുകയാണ്. ആൻഡ് ഓൾസോ ആടുജീവിതം എന്ന കഥയെക്കുറിച്ച് നമുക്ക് അറിയുന്ന കഥയായിരുന്നു. പണ്ട് നോവലായിട്ട് ബെന്യാമിൻ്റെ ആടുജീവിതമൊക്കെ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കഥയിൽ സസ്പെൻസ് ഒന്നുമില്ലായിരുന്നു. ഈ പടത്തെക്കുറിച്ച് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം ഈ പടത്തിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത്രയും വർഷമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. റിലീസിനോടനുബന്ധിച്ച് ഇവർ ചെയ്ത ചില ഇൻ്റർവ്യൂസ്, ശരിക്കും അത് അനുഭവിച്ച ആ വ്യക്തി, അദ്ദേഹവും പൃഥ്വിരാജും ചേർന്നുള്ള ഇൻ്റർവ്യൂസും പല ഇൻ്റർവ്യൂസൊക്കെ കണ്ടപ്പോൾ ഒരു പെർട്ടിക്കുലർ ഷോട്ട് കിട്ടാൻ വേണ്ടി അവർ എത്ര ദിവസം വെയിറ്റ് ചെയ്തു. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ഒട്ടകത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഉള്ളിൽ ഒരു ഷാഡോ പതിയുന്ന ആ ഒരു പെർട്ടിക്കുലർ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തതിനെ കുറിച്ച് പറയുമ്പോൾ അത്രമാത്രം പെർഫെക്ഷന് വേണ്ടി ആ ഡയറക്ടറും ആ ആക്ടറും പൃഥ്വിരാജ് എന്ന ആക്ടറും ചെയ്ത ഹാർഡ് വർക്ക്, അതിന് എത്ര വാല്യൂ കൊടുത്താലും മതിയാവില്ല. സോ ബീയിങ് എ മലയാളി ഓർ ബീയിങ് എൻ ഇന്ത്യൻ, അവരുടെ ഒരു ഹാർഡ് എഫേർട്ടിനെ സല്യൂട്ട് ചെയ്തിട്ടല്ലാതെ നമുക്ക് ആ പടം കണ്ടു തീർക്കാനാവില്ല. ഈ പടങ്ങളെ ഒന്നും പല രീതിയിൽ കീറി മുറിച്ച് അതിൻ്റെ ഓരോ ഭാഗത്തും അങ്ങനെയാണോ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്, അങ്ങനെയൊക്കെ അനാവശ്യ ഡിസ്കഷൻസിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെയൊക്കെ ചില ഡിസ്കഷൻസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ലെറ്റ്സ് എൻജോയ് ദ മൂവി ആസ് ഇറ്റ് ഈസ്. ലെറ്റ് us praise the hard work put in by the people around എന്നാണ് എനിക്ക് തോന്നിയത്. ഈ 4 പടങ്ങളെ ഞാനങ്ങ് മാറ്റി വയ്ക്കുകയാണ്. ആട്ടം, ആവേശം, മഞ്ഞുമ്മൽ ബോയ്സ് ആൻഡ് ആടുജീവിതം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റായി മാറിയ പ്രേമലു. എന്നെ സംബന്ധിച്ചതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. എന്തുകൊണ്ടാണ് അത് ഇത്തിരി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായെന്ന് എനിക്കറിയില്ല. ബട്ട് റിയലി എൻജോയ് ചെയ്ത് കണ്ട ഒരു പടമായിരുന്നു. അത് തന്നെയായിരിക്കാം അതിൻ്റെ ഒരു കാരണം. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് പ്രേമലുവിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാവുന്നൊരു പടം ഗുരുവായൂർ അമ്പലനടയിലാണ്. ഗുരുവായൂർ അമ്പലനടയിലെ കഥയുടെ ഇതൊക്കെ ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ആണോ, ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ ഒരു പാട്ട് പാടാമോ എന്നൊക്കെ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ബേസിലും പൃഥ്വിരാജും തമ്മിലുള്ള, പൃഥ്വിരാജിൻ്റെ കുറേ കാലത്തിന് ശേഷം ഒരു
ഇത്തരത്തിലുള്ളൊരു കോമിക്കൽ റോളിൽ കാണാൻ പറ്റി. എനിക്ക് പൃഥ്വിരാജിൻ്റെ കോമഡി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞൊരു മൂവി. എനിക്കത് അതിൽ ആ കോമഡി വർക്കൗട്ടായ പോലെ തോന്നി. മറ്റ് പല സിനിമകളിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ കോമഡി എനിക്കത്ര വർക്കാവാറില്ല. ബട്ട് ഗുരുവായൂർ അമ്പലനടയിൽ ബേസിൽ പിന്നെ ഫുൾ ഓൺ ആണല്ലോ കോമഡിക്ക്. അതിൻ്റെ കൂടെ നിന്ന് പോയപ്പോൾ അളിയനും തമ്മിലുള്ള ഇക്വേഷൻ നന്നായി വർക്കൗട്ടായി എന്നാണ് എനിക്ക് തോന്നിയത്. ഈ 2 പടങ്ങളും പ്രേമലുവും ഗുരുവായൂർ അമ്പലനടയിലും ഫുൾ ഓൺ എൻ്റർടൈൻമെൻ്റ് ആണെന്ന് പറയും. വേണമെങ്കിൽ നമുക്ക് ഇനിയും ഒരിക്കൽ കണ്ട് വൺ ടൈം വാച്ച് എന്ന് പറയാൻ തോന്നുന്നില്ല. എനിക്ക് വീണ്ടും കാണാൻ പറ്റുന്ന തരത്തിലുള്ള പടങ്ങളുടെ കാറ്റഗറിയിലാണ് ഈ 2 പടങ്ങളും, പ്രേമലുവും ഗുരുവായൂർ അമ്പലനടയിലും. അടുത്തതായിട്ട് നമ്മുടെ അന്വേഷണാത്മക മിസ്റ്ററി, ത്രില്ലർ, ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് ഞാൻ കണ്ട മൂവീസാണ്. ഞാനിതൊരു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ഒരെണ്ണം മിസ്സായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദിസ് വിത്ത് മീ. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള മൂവിയാണ്. ഒരു കുറച്ച് പഴയ കാലത്തെ ഒരു മൂവി കാണുന്ന ഫീലായിരുന്നു അതിനുണ്ടായിരുന്നത്. ഒരു 80s നമ്മളൊരു പടം കാണുമ്പോൾ നമ്മൾ സി ബി ഐ ഡയറക്ടർ കുറിപ്പിൻ്റെയൊക്കെ പഴയ പടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ കാണുന്ന ചില കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ തോന്നിക്കുന്ന കഥാപാത്രങ്ങളും സാഹചര്യങ്ങളും ഒരു അന്വേഷണവും, ടോവിനോ ആസ് എ പോലീസ് ഓഫീസർ എൻഗേജിങ് ആയിരുന്നു. നമുക്ക് എവിടെയാ എന്താ എന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ ആരാണ് കൊന്നത്, എസ്പെഷ്യലി 2 കേസുകൾ ഇതിൽ അന്വേഷിക്കുന്നുണ്ട്. 2ാമത്തെ കേസൊക്കെ എന്ന് വെച്ചാൽ അവസാന നിമിഷം വരെ നമ്മൾ വേറൊരു വ്യക്തിയെ സംശയിക്കാൻ ഇടവരുത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരു പടമായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും. പിന്നെ ഈ ഒരു കാറ്റഗറിയിലേക്ക് എനിക്ക് മെൻഷൻ ചെയ്യാനായിട്ട് തോന്നിയ ഒരു പടം എന്ന് പറയുന്നത് ഗോളം. കുറേ പുതുമുഖങ്ങളാണ്. എനിക്കതിൽ മറ്റേ നമ്മുടെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള കാർത്തിക് ശങ്കർ എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പുള്ളിയുടെ അമ്മയും മകനും സീരീസ് ആയിട്ടൊക്കെ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യാറുള്ള ആളാണ്. അദ്ദേഹം അതിൽ ആക്ട് ചെയ്തതായിട്ട് കണ്ടു. ഒരു വെറൈറ്റി തീമായിരുന്നു. നമുക്ക് ഇമാജിൻ ചെയ്യാൻ ഇപ്പോൾ പറ്റാത്ത എന്നാൽ സാധ്യതയുള്ള, ശരിക്കും ഒരു പക്ഷേ നടക്കാൻ സാധ്യതയുള്ള, ഇതുവരെയും അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. ഒരു കമ്പനിയിലെ എംപ്ലോയീസ് ആയവരെ എല്ലാം ഒബ്സർവ് ചെയ്യുകയും അവരറിയാതെ അവരിലേക്ക് ഡ്രഗ് ഇൻഡ്യൂസ് ചെയ്ത് അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സിനെ കുറിച്ച് സ്റ്റഡി നടത്തുകയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരു പ്ലോട്ടാണ്. അതിൽ പോലീസ് ഓഫീസർ ഒരു പുതിയ വ്യക്തിയാണെന്ന് തോന്നുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനിയൊരു 2ാം ഭാഗം വരും എന്നുള്ളൊരു ഫീലിങ്ങോട് കൂടിയാണ് പടം പോയിട്ടുള്ളത്. സോ മേ ബി ഇറ്റ്സ് വർത്ത് ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് തോന്നുന്നു. അടുത്തൊരു ലെവലിൽ ആ പടം വരുവാണെങ്കിൽ എന്തായാലും കാണണം എന്ന് വിചാരിച്ച ഒരു പടമായിരുന്നു ഗോളം. ഇതുപോലെ തന്നെ ഈ 2ാമതൊരു ഭാഗം മാറ്റി നിർത്തി 2ാമതൊരു ഭാഗത്തിന് പ്രതീക്ഷ നിർത്തിക്കൊണ്ട് അവസാനിച്ച മറ്റൊരു പടമായിരുന്നു ഓസ്ലറിൽ ഒരു കുഞ്ഞു കാര്യം പറയുകയാണെങ്കിൽ ഓസ്ലറിൽ ഒരു ക്യാമിയോ റോളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ വ്യക്തിയുടെ എന്താ പറയുക, ഒരു പിക്ചറല്ല, ഒരു ലേഔട്ട് പോലെ ഇങ്ങനെ വരച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഞാനിവിടെ ഇത് മമ്മൂട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ ഒരു പ്രവചനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ പ്രവചനം ഫലിച്ചതിലേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു പൂമാനമേ എന്നുള്ളൊരു പാട്ടും ഒരു പഴയ കാലത്തേക്കുള്ളൊരു തിരിച്ചുപോക്കും ആ കഥയും എല്ലാം ഒരുവിധം കണക്റ്റഡായിട്ട് വന്നു. എഗെയിൻ ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ മിസ്മാച്ചായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ത്രില്ലർ മൂവീസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളതിനെ എല്ലാ രീതിയിലും എല്ലാം കറക്റ്റ് ആവാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കാൻ തുടങ്ങും. അപ്പോൾ അതെങ്ങനെ ശരിയാവും, ഇതെങ്ങനെ വരും, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അതൊന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. എഗെയിൻ അതിനും ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്നുള്ള രീതിയിലാണ് ആ മൂവി എൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാറ്റഗറിയിൽ ഭ്രമയുഗം, മൈ ഗുഡ്നസ്, എഗെയിൻ ഞെട്ടിപ്പിച്ച് കളഞ്ഞ മമ്മൂട്ടി എന്ത് ചെയ്താലും ഇനി ഞെട്ടേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം നമ്മൾ ഒരുപാട് തവണ ഞെട്ടിപ്പിച്ച് കഴിഞ്ഞ ഒരു നടനാണ്. എങ്കിലും ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളൊരു മൂവി എടുക്കാൻ ധൈര്യം കാണിച്ച പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുൾ ഓൺ മൂവിയിൽ അഭിനയിക്കാൻ ധൈര്യം കാണിച്ച മമ്മൂക്ക, അവർക്കൊക്കെ ആ ഒരു സിനിമയോടുള്ളൊരു പാഷനും
ഇത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള അവരുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതിനാണ് എനിക്ക് എണീറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നിയത്. ഹൂ വിൽ ഡെയർ ടു ഡു സംതിങ് ലൈക്ക് ദാറ്റ്? നമ്മളിപ്പോൾ ഏറ്റവും മോഡേൺ ടൈപ്പ് എല്ലാവരും പറയുന്നു സിനിമ മാറി, ആസ്വാദകരുടെ മൈൻഡ് സെറ്റ് മാറി, ജെൻസിയുടെ ആസ്വാദന ശേഷി മാറി, അവരോട് റിലേറ്റ് ചെയ്യുന്ന പടങ്ങൾ വേണം എന്നൊക്കെ പറയുന്നൊരു കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി, അഭിനയത്തെക്കുറിച്ചൊന്നും ഒന്നും പറയാനില്ല. മമ്മൂട്ടി പോട്ടെ, മമ്മൂട്ടിനെ ഒന്നും പറയണ്ട, ബാക്കിയുള്ളവരോ കൂടെ അഭിനയിച്ചവർ, അർജുൻ അശോകിനൊക്കെ എനിക്കറിയില്ല, അമേസിങ് എന്ന് തന്നെ പറയണം. ആ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. വണ്ടർഫുൾ വാച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഭ്രമയുഗം. പിന്നെ ഈ കാറ്റഗറിയിൽ 2 പടങ്ങളാണ്. ഈ 2 പടത്തിലെയും നായകൻ വേഷത്തിൽ വന്നിട്ടുള്ള ആൾ ആസിഫ് അലിയാണ്. ഒന്ന് കിഷ്കിന്ധകാണ്ഡത്തിൽ വല്ലാത്തൊരു ഈറി ഫീലിംഗ് നമുക്ക് തരുന്നൊരു പടമായിരുന്നു. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നമുക്ക് അവർ ജീവിക്കുന്ന ഒരു വീടും പരിസരവും കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ പന്തികേട് ഫീൽ ചെയ്യുന്ന എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നൊരു വീട്, മിസ്സിങ് ആയൊരു കുഞ്ഞ്, ഭാര്യ മരിച്ചു, 2ാം വിവാഹം, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നൊരു അച്ഛൻ. ഈ ഒരു പടത്തിൽ എനിക്ക് ഏറ്റവും നല്ല ആക്ടിംഗ് ആയിട്ട് തോന്നിയത് വിജയരാഘവൻ്റെ അച്ഛൻ വേഷമാണ്. അപ്പുപിള്ള എന്നുള്ള കഥാപാത്രം ടു ദ ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ ഒരു അപ്പുപിള്ളയെ അങ്ങ് ആവാഹിച്ചെടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. നമുക്ക് ഒരു നിമിഷം പോലും നമുക്കവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിംഗ്, അദ്ദേഹത്തിൻ്റെ മാനറിസംസ്, അദ്ദേഹം സംസാരിക്കുന്ന രീതി, അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ്, തിങ്കിങ് പ്രോസസ്സ്, ഇൻറ്ററാക്ടിങ് വിത്ത് അതർ പീപ്പിൾ, ആ ഒരു ചെറിയൊരു മുൻകോപം പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അച്ഛൻ കഥാപാത്രങ്ങൾ ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ തിലകൻ ചിലപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഈ റോള് നന്നായിട്ട് ചെയ്യുമായിരുന്നു. ആ ഒരു തിലകൻ്റെ ഷൂസിലേക്കായിരിക്കും ഇനി വിജയരാഘവനൊക്കെ നടന്ന് കയറുന്നതെന്ന് എനിക്ക് തോന്നി. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. വിജയരാഘവൻ്റെ അഭിനയമായിരുന്നു അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു കഥ, ഒരു ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു വല്ലാത്തൊരു കഥ, കുറേ കുരങ്ങന്മാരും ഒക്കെ ആയിട്ട് കിഷ്കിന്ധകാണ്ഡം. നെക്സ്റ്റ് മൂവിയാണ് ആസിഫ് അലി എന്ന നടനെ. അദ്ദേഹത്തിൻ്റെ കുറച്ച് കാലമായിട്ട് കെട്ടിയോളാണ് എൻ്റെ മാലാഖ മുതൽ കൂമൻ എന്നൊരു പടം അദ്ദേഹം ചെയ്തത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഭയങ്കരമായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. തലവൻ എന്നുള്ളൊരു പടം ഈ വർഷം തന്നെ റിലീസായൊരു പടമാണ്. തലവൻ കണ്ടിട്ടുണ്ടായിരുന്നു. എഡിയോസ് അമിഗോ എന്ന് പറഞ്ഞൊരു പടം. അതിലൊരു വേറെ ഇപ്പം നമ്മൾ ഈ ആസിഫ് അലിയുടെ പടങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് കാണുമ്പോൾ ഓരോന്നിലും ഇങ്ങർക്ക് ഓരോ തരം മാനറിസംസാണ്. ഇത് എങ്ങനെ സാധിക്കുന്നു? അടുത്തടുത്ത് വരുന്ന പടങ്ങളിലൊക്കെ ഭയങ്കര വ്യത്യസ്തമായ ചില റോളുകൾ, അത് കിട്ടാനും വേണം ഒരു ഭാഗ്യം. അങ്ങനത്തെ പടങ്ങൾക്ക് ആളുകൾ നമ്മൾ ഈ ആക്ടറിനെ വിളിക്കുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അത് എടുക്കാൻ പറ്റുന്നത്. ലെവൽ ക്രോസ് എന്ന് പറഞ്ഞൊരു മൂവി, ഇഫ് യു ഹവ് നോട്ട് വാച്ച്ഡ് ഇറ്റ് ആൻഡ് ഇഫ് യു ആർ എ ബിഗ് ഫാൻ ഓഫ് മിസ്റ്ററി, കുറച്ച് ഓവർ ദ ടോപ്പ് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ചില വയലൻസ് അതിലുണ്ട്. പക്ഷെ അത് വയലൻസിന് വേണ്ടിയുള്ള വയലൻസ് അല്ല, അതവിടെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. പടത്തിൽ പ്രധാനമായിട്ട് 3 കഥാപാത്രങ്ങളേ ഉള്ളൂ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ 3 പേരെയും സംശയിക്കും. നമ്മൾ 3 പേരും കൊലപാതകികളാണോ എന്ന് സംശയിക്കും, 3 പേരും മാനസിക രോഗികളാണോ എന്ന് സംശയിക്കും. നമുക്ക് തന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എനിക്കാണോ വട്ട് ഇവർക്കാണോ വട്ട് എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകുന്നൊരു പ്രത്യേക മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രത്യേക തരം പടം, ഒരു പ്രത്യേക പ്രദേശം. ആ പ്രദേശത്തിന് പ്രത്യേകിച്ചൊരു പേരോ ഇന്ന നാടെന്നൊന്നുമില്ല, ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു പ്രത്യേക കഥ. ഒരു വിചിത്രമായ ലോകത്തെത്തപ്പെടുന്ന 3 മനുഷ്യരും അവർ തമ്മിലുള്ള ഇൻ്ററാക്ഷനും നല്ല സൂപ്പറായിരുന്നു. 3 പേരുടെ അഭിനയം അടിപൊളിയായിരുന്നു. പക്ഷേ ആസിഫ് അലി വാസ് അൺബിലീവബിളി ഗുഡ്. പടം കണ്ടൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഇരുന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് കുറേ കാര്യങ്ങൾ പിന്നീട് മനസ്സിലായത്. അതിപ്പോൾ ഇങ്ങനെ ആയിരുന്നിരിക്കും എന്നൊക്കെ മനസ്സിലായത്. എന്നിട്ടും പോരാഞ്ഞ് ഞാനതിൻ്റെ റിവ്യൂ ഒന്നും ചെയ്തില്ലായിരുന്നു. കാരണം എനിക്ക് ഫീൽ ചെയ്തു, എനിക്ക് എന്നെ ഇത് മനസ്സിലായില്ല എന്ന് ഫീൽ ചെയ്തതുകൊണ്ട് കുറേ കഴിഞ്ഞ് ഞാൻ ഏതോ ഒരു ചാനലിൽ ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കണ്ടപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ആർക്കും അവനവൻ്റെ രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിടിലൻ മൂവിയാണ്. ഇത്തരം മൂവീസ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ മിസ്സാക്കാതെ കണ്ടിരിക്കേണ്ട, ഐ വുഡ് സേ യു ഷുഡ് വാച്ച് ദിസ് ലെവൽ ക്രോസ്.
അപ്പോൾ ഇത്രയും പടങ്ങളാണ് ആ ഒരു കാറ്റഗറിയിൽ എനിക്ക് മെൻഷൻ ചെയ്യണമെന്ന് തോന്നിയത്. പിന്നെ ഇതിലേക്ക് തന്നെ ചേർത്ത് വെക്കാവുന്നതാണെന്ന് തോന്നുന്നു ARM അജയൻ്റെ രണ്ടാം മോഷണം. എനിക്ക് വലിയ കാര്യമായിട്ട് വർക്കായില്ല ആ പടം. ഒരുപാട് നല്ല ഹിറ്റ് എന്ന് ഞാൻ കേട്ട ഒരു മൂവിയായിരുന്നു. സംഭവം പിന്നെ ഒരു പ്രശ്നമുണ്ട് അതിൽ, അതൊരു 3D മൂവിയാണ്. ഞാനത് തിയേറ്റർ വാച്ചല്ല, ഞാൻ OTTയിലാണ് കണ്ടത്. പക്ഷേ അതായിരുന്നിരിക്കാം ഒരു റീസൺ. ബട്ട് ഓൾ പുട്ട് ടുഗെദർ എനിക്ക് എന്തിനായിരുന്നു ഇത്രയും ഹൈപ്പ് എന്ന് തോന്നിയ ഒരു പടമാണ്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇഷ്ടപ്പെട്ടവരുണ്ടെന്ന് തോന്നുന്നു. നല്ല ഹിറ്റ് ആയ ഒരു പടമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു പടമായിരുന്നു സൂക്ഷ്മദർശിനി. ഞാൻ റീസെൻ്റ്ലി തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. നമ്മുടെ ഈ ചാനലിൽ ജസ്റ്റ് ബിഫോർ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ സൂക്ഷ്മദർശിനിയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണുള്ളത്. ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട എല്ലാവരും കാണണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്ത ഒരു മൂവിയാണ് സൂക്ഷ്മദർശിനി. എന്തോ ഈ വീഡിയോ ചെയ്യാനിരുന്നപ്പോൾ എങ്ങനെ അതെൻ്റെ മൈൻഡിൽ നിന്ന് സ്കിപ്പായി പോയെന്നറിയില്ല. സോ അതിനെ കൂടെ ഞാൻ ഇതിലോട്ട് ഒന്ന് ചേർത്ത് വെക്കുകയാണ്. ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ വിചാരിച്ചേക്കാളും ഭയങ്കര ലോങ്ങായി പോകുന്നുണ്ട് ഈ വീഡിയോ. സോ ഞാൻ വിചാരിക്കുന്നു ഇതിനെ ഒന്ന് കട്ട് ഷോട്ട് ചെയ്തിട്ട് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആയിട്ട് ബാക്കി ഭാഗങ്ങൾ ഇടാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇതുവരെ കണ്ടിഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പാർട്ട് 2 കൂടിയും കാണാൻ മറക്കരുത്. സോ സീ നെക്സ്റ്റ് ടൈം. ടേക്ക് കെയർ. ബൈ.